സുഹൃത്തുക്കളെ നമസ്കാരം. ഞാനുള്ളത് കോഴിക്കോട് നഗരത്തിലാണ്. ഇവിടെ ഒരു ബ്ലൂ ഡയമണ്ട് എന്ന് പറഞ്ഞൊരു പഴയൊരു സിനിമ ഹാൾ ഉണ്ടായിരുന്നു, തിയേറ്റർ. അതിന്റെ തൊട്ട മുൻപിലൊരു നടപ്പാത ഉണ്ട്. അതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ ബസ് സ്റ്റാൻഡ് ഉള്ളത്. അപ്പൊ അവിടുത്തെ ഒരു അതിമനോഹരമായ കെടുകാര്യസ്ഥത നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെയാണ് ബസ് വരിക. ബസ് സ്റ്റാൻഡാണ്, ബസ് സ്റ്റോപ്പാണ് കേട്ടോ. നല്ല ബസ് സ്റ്റോപ്പാണ്. ഇതാ പൊളിഞ്ഞൊക്കെ കിടക്കുന്നുണ്ട്. എന്തേലും ആട്ടെ, ഇത് പൊളിഞ്ഞിടുന്നതിനെ കൊണ്ട് വലിയ പ്രശ്നമില്ല. ഇത് കണ്ടോ, ഇതെന്താപ്പതെന്ന് അറിയോ? ഇത് മൊത്തം ദ്രവിച്ച് ഇതൊക്കെ കൂടെ പണ്ടാരായി കിടക്കുക. അതിന്റെ അടിയിലൊക്കെ ആള് വീണാനുള്ള ഗതി എന്താ? കയ്യും കാലും ഒന്നും ഉണ്ടാവില്ല, വയറ് വരെ ഉണ്ടാവില്ല, തല വരെ ഉണ്ടാവില്ല, ഉള്ളിൽ കൂടെ പോണ പോക്കിൽ. ഏതോ നല്ല മഹാൻ ഇത് കൊണ്ടുപോയി മൂടിയിട്ടിക്കുക. കണ്ടോ, ഇതാണ് ഇതിന്റെ അവസ്ഥ. ഇതിന്റെ എന്നല്ല, ഇവിടെയുള്ള ഒട്ടുമിക്ക സാധനത്തിന്റെ അവസ്ഥ തന്നെയാണ്. ദ്രവിച്ച് പണ്ടാരടങ്ങി കിടക്കുകയാണ്. സാധാരണക്കാരന്റെ ജീവൻ നിങ്ങൾ പുല്ല് വില കൽപ്പിക്കരുത്. ഇതുണ്ടോ, ഇങ്ങനത്തെ ഒരു കമ്പി ഇട്ടിട്ട് ഈ സൈഡുകളിൽ കൂടി കമ്പി വെച്ചപ്പോ ആള് വിചാരിക്കും ഇത് മൊത്തം പൈപ്പാന്ന്. അല്ല, ഈ ഭാഗം പൊള്ളയാ. ഉണ്ടോ, ഒരു ഭാഗത്തില്ല. അപ്പൊ ബന്ധപ്പെട്ട അധികാരികളെ ഇത് എത്രയും വന്ന് ക്ലിയർ ആക്കണം കേട്ടോ. ഇവിടെ ഒരുപാടെണ്ണം ഉണ്ട്. ഇങ്ങനത്തെ കണ്ട ഇതിന്റെ മേലെ കൂടെ നടക്കണം കേട്ടോ. മാവൂർ റോഡിൽ നൂറുകണക്കിന് ആളുകൾ കടന്നുപോകുന്ന വഴിയിലെ ഡ്രെയിനേജിന്റെ ഗ്രില്ല് തുരുമ്പെടുത്ത് അപകട ഭീഷണി ഉയർത്തിയതിനെ കുറിച്ച് ഒരു കാൽനടക്കാരൻ ചെയ്ത വീഡിയോ ആണ് വിഷയത്തിന്റെ ഗൌരവം പുറത്തെത്തിച്ചത്. തുടർന്ന് കൌൺസിലർ കോർപ്പറേഷന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും നടപടി ഉണ്ടായില്ല. ഇതിനിടെ സമീപത്തെ കച്ചവടക്കാർ പൊട്ടിയ ഗ്രില്ലിനു മീതെ സ്ലാബ് സ്ഥാപിച്ചു. ഇതുവഴി സഞ്ചരിച്ച പാണമ്പ്ര സ്വദേശി ദീപയാണ് അഹമ്മദ് ദേവർകോവിൽ MLA വിളിച്ച് സംഭവം അറിയിച്ചത്. ഒരു ദിവസത്തിനിപ്പുറം MLA ഇടപെട്ട് പുതിയ ഗ്രില്ല് സ്ഥാപിക്കുകയായിരുന്നു. അഹമ്മദ് ദേവർകോവിൽ സാറിന്റെ അടുത്ത് വിളിച്ചു പറഞ്ഞു, സാർ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ഇങ്ങനെ ഒരു വീഡിയോ വന്നിട്ടുണ്ട്, സാർ ജസ്റ്റ് ഒന്ന് അത് നോക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ വീഡിയോ സാറിന് അയച്ചു കൊടുത്തു. അപ്പം സാറ് പറഞ്ഞു ഞാൻ നോക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ സാറ് നോക്കി. സാറ് പറഞ്ഞു നീ പറഞ്ഞ സംഭവം ശരിയാണെന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു 2 ദിവസം കൊണ്ട് തന്നെ ഞാനതിന് വേണ്ട നടപടി എടുക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ സാറ് പിന്നെ ഇന്ന് എനിക്ക് വീഡിയോ അയച്ചു തന്നു, അതിൻ്റെ ഫോട്ടോ അയച്ചു തന്നു. ഞാനിങ്ങനെ അത് ശരിയാക്കിയിട്ടുണ്ട്, ഇങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ നീ അത് ശ്രദ്ധയിൽപ്പെടുത്തണം, കാരണം എനിക്കറിയാൻ പറ്റുന്നില്ലല്ലോ, അങ്ങനെ ആരടുത്തെങ്കിലും പറഞ്ഞിട്ട് ശ്രദ്ധയിൽപ്പെടുത്തണം എന്ന് പറഞ്ഞു. തുറന്നിട്ട ഡ്രൈനേജുകൾ ജില്ലയിൽ ചിലരുടെ ജീവനെടുത്ത സംഭവങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. കോർപ്പറേഷനും പൊതുമരാമത്തും പരസ്പരം പഴിചാരി നടപടി വൈകിപ്പിക്കുന്നതും പതിവാണ്. ഇതിനിടെയാണ് ഗ്രാഫിക് ഡിസൈനറായ ദീപയുടെ സമയോചിതമായ ഇടപെടൽ നിരവധി പേർക്ക് ആശ്വാസമായിരിക്കുന്നത്. അമൃത ന്യൂസ്.